ഓക്കെ, എന്തായിരുന്നു ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? അവര് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാ? ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറാസ് ഗൈനക്കോളജി എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിനുമുള്ള, ട്രീറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു സെക്ഷൻ ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ദെൻ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. പിന്നെന്താ നമ്മളിത് പഠിച്ചത്? ലേബർ റൂമിന് മറ്റൊരു പേരുണ്ട്, ഏതാണിത്? ഓൾസോ നോൺ ആസ് എന്താണ്? ബർത്തിങ് യൂണിറ്റ്. ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഒബ്സ്റ്റെട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓക്കെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? ക്വാളിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെന്തായിരുന്നു? സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എന്താണ്? എക്യുപ്മെന്റ്സ്. ദെൻ എന്താണ്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും ഒബ്സ്റ്റെട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? ഐസൊലേറ്റഡ് ഏരിയ. കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ദെൻ പിന്നെന്തൊക്കെയാ പഠിച്ചത് അതില്? പിന്നെന്താണ്? മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ എളുപ്പത്തിൽ ലേബർ റൂമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്രോസ് പൊല്യൂഷൻ റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? എന്തൊക്കെ പ്രത്യേകതകൾ വേണം ഒരു ലേബർ റൂമിന്? എന്തൊക്കെയായിരുന്നു? ബെഡും സ്ട്രെച്ചേഴ്സ് എല്ലാം പോകുന്ന രീതിയിലുള്ള നല്ല ലാർജ് ഡോർ ഉണ്ടാവണം. നല്ല വലുപ്പത്തിലുള്ള ഡോർ ആയിരിക്കണം. ഇനഫ് ലൈറ്റ് വേണം. വെന്റിലേഷൻ ഏജ് ഏരിയ വേണം. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ വേണം. ട്രയാജ് ഏരിയ എന്തായിരുന്നു? ട്രയാജ് ഏരിയ പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സിംറ്റംസിന്റെ ബേസിൽ പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏരിയയാണ് ട്രയാജ് ഏരിയ. ഓക്കെ, അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ്? ദെൻ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂം ആയിരിക്കണം. പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടി, റിലാക്സേഷന് വേണ്ടി എങ്ങനെയാണ്? സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂം ആയിരിക്കണം ലേബർ റൂം. ദെൻ അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെ. Then labor delivery recovery room complex can be divided into 3 zones. Okay, labor delivery recovery റൂമിനെ മെയിൻ ആയിട്ട് ആ കോംപ്ലക്സിനെ 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷനിൽ എത്ര സോൺ ആയിട്ടാ തിരിച്ചത്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിനെ 4 സോൺസ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ എൽ ഡി ആർ കോംപ്ലക്സിനെ മെയിൻലി 3 സോൺ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് തേർഡ് വൺ ഡെലിവറി സോൺ. ഓക്കെ, ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഡെലിവറി സോൺ. ഓക്കെ, ദെൻ അൺസ്റ്റെറൈൽ സോണിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഏരിയാസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ? എന്തായിരിക്കാം അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്. ദെൻ വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. ഓക്കെ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ, അതേപോലെ വെയിറ്റിംഗ് ഏരിയയും വരുന്നുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാല്? അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ മാനേജ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സുകൾ എന്താണ് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉൾപ്പെടുന്നത് ഈ അൺസ്റ്റെറൈൽ സോണിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ.
ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? വെയിറ്റിംഗ് ഏരിയ. ഓക്കെ, ലേബർ റൂമിലേക്ക് പോയിരിക്കുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലർ സ്പേസിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ യൂട്ടിലിറ്റി ഏരിയ ഏതായിരിക്കാം? റിലേറ്റീവ്സിന് വേണ്ടി എന്താണ്? പബ്ലിക് ടോയ്ലറ്റ്സുകൾ അല്ലെ, ടോയ്ലറ്റ്സുകൾ, അതേപോലെ ചാർജിങ് സ്റ്റേഷൻസ്. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെടുന്നത് ഏതാണ്? യൂട്ടിലിറ്റി ഏരിയയിലാണ്, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയയിലാണ്. അപ്പൊ ഇത്രയും ഏരിയാസ് ഉൾപ്പെടുന്നത് അൺസ്റ്റെറൈൽ സോണിലാണ്. അത് ക്ലിയർ ആണോ? ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, ദെൻ വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പിന്നെ ഏതായിരുന്നു? പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. ഈ 3 ഏരിയസും ഉൾപ്പെടുന്നത് അൺസ്റ്റെറൈൽ സോണിലാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് സോൺ. ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത്? സ്ക്രീൻ സ്ക്രോൾ. ഓക്കെ, റിജോ പേജ് നമ്പർ 2. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത്? ചേഞ്ച് റൂം, ചേഞ്ച് റൂം എന്തായിരിക്കാം? ചേഞ്ച് ചെയ്യേണ്ട ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്യണം. ഓക്കെ, ചേഞ്ചിങ് റൂം, അതായത് ഡെലിവറി സോണിലേക്ക് കയറുന്നതിന് മുൻപ് PPE ഒക്കെ വെയർ ചെയ്യണം അല്ലെ? അതിനുള്ള റൂം, സ്പെസിഫിക് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ് ചേഞ്ചിങ് റൂം ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രീ ലേബർ റൂം. എന്തായിരുന്നു പ്രീ ലേബർ റൂം? എന്താണ്? ഡെലിവറി റൂമിലേക്ക് മാറ്റുന്നത് വരെ, ആ സമയം വരെ പേഷ്യന്റ് എവിടെയാണ് തങ്ങുന്നത്? പ്രീ ഡെലിവറി റൂമിലാണ് അല്ലെ? ഇനീഷ്യൽ അസസ്മെന്റ് ചെയ്യുക, ഓക്കെ, ഇത്തരം സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രീ ഡെലിവറി റൂമും പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾക്കൊള്ളുന്നത്. ദെൻ മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം. ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, അതേപോലുള്ള സപ്ലൈസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന മെഡിസിൻ സ്റ്റോർ റൂമും വരുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ? ഇത് അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്. ആൻഡ് ദി തേർഡ് വൺ ഡെലിവറി സോൺ. ഓക്കെ, ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം, എക്സെട്ര. ഏതൊക്കെ ഏരിയാസ് അതിൽ ഉൾപ്പെടുന്നത്? ക്ലീൻ സപ്ലൈ സോൺ, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഡെലിവറി റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റെറിലൈസ്ഡ് ഐറ്റംസും, എക്യുപ്മെന്റ്സുകളാണെങ്കിലും മറ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും അതെല്ലാം കീപ്പ് ചെയ്യുന്ന ഏരിയാസ് ഉൾപ്പെടുന്നത് ഡെലിവറി സോണിലാണ്. ഓക്കെ, പിന്നെ സ്ക്രബ് സ്റ്റേഷൻ എന്തായിരുന്നു? സ്ക്രബ് സ്റ്റേഷന്റെ പ്രത്യേകത എന്താ? സ്ക്രബിങ് എന്തായിരുന്നു? മറന്നുപോയോ? സ്ക്രബിങ് എന്താ? എന്താണ്? സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ഹാൻഡ് വാഷ്, ആ പ്രോസസ്സിനെയാണ് അല്ലെ, സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താണ്? കൈ വാഷ് ചെയ്തിരിക്കണം. അതിന് ചില മെത്തേഡ്സുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, ചില പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിനുള്ള ഹാൻഡ് വാഷ് പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടത്തുന്നതിനുള്ള ആ ഏരിയയെ പറയുന്നതാണ് സ്ക്രബിങ് ഏരിയ അല്ലെങ്കിൽ സ്ക്രബ് സ്റ്റേഷൻ. ക്ലിയർ ആണോ? ദെൻ ഡെലിവറി റൂം. ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന ആ പെർട്ടിക്കുലർ റൂമിനെയാണ് ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഇതെല്ലാം എവിടെ ഉൾപ്പെടുന്നത്? ഡെലിവറി സോണിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ആ 3 സോണുകൾ ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ആൻഡ് തേർഡ് വൺ ഡെലിവറി സോൺ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഏതൊക്കെയാ അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത്? ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിലാണെങ്കിലോ? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം. Okay, then the delivery zone. ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഓക്കെ, ഈ 3 സോണുകളെയാണ് LDR കോംപ്ലക്സിനെ 3 സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. പേഷ്യന്റിന്റെ സേഫ്റ്റി, അതേപോലെ തന്നെ എന്താണ്? മെഡിക്കൽ സ്റ്റാഫുകളുടെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു LDR കോംപ്ലക്സിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? നേഴ്സിംഗ് സ്റ്റേഷൻ. എന്താ നേഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താ നേഴ്സിംഗ് സ്റ്റേഷൻ?
നഴ്സിംഗ് റൂം. നഴ്സിംഗ് റൂം, അതായത് LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കുന്ന നേഴ്സസിന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഏരിയാസിനെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിനും അതേപോലെ തന്നെ എന്താണ് അവരുടെ റിലേറ്റീവ്സിനും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? നേഴ്സസ് ആണ് അല്ലെ? ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് നേഴ്സസ് ആണ്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അല്ലെ? പിന്നെന്താണ് അവരുടെ ഡ്യൂട്ടീസ്? പിന്നെന്തൊക്കെയായിരിക്കാം ഒരു നേഴ്സസിന്റെ ഡ്യൂട്ടീസ്? മോണിറ്റർ ചെയ്യണം, അതേപോലെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അവരുടെ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നേഴ്സസിന് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ് നേഴ്സസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ സൂപ്പർവൈസേഴ്സ് ഓഫീസ്. എന്താ സൂപ്പർവൈസേഴ്സ് ഓഫീസ്? എന്താ സൂപ്പർവൈസേഴ്സ് ഓഫീസ്? എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്ന നേഴ്സിംഗ് സൂപ്പർവൈസറുടെ ഓഫീസ് ഉണ്ടായിരിക്കും. ഈ LDR കോംപ്ലക്സിലായിരിക്കും ആ ഓപ്പറേഷൻ ആ ലേബർ ഡെലിവറി റിക്കവറി റൂമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള പേഴ്സൺ, അവർക്ക് വേണ്ടി എന്താണ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഉണ്ടായിരിക്കും. അതിനെയാണ് സൂപ്പർവൈസേഴ്സ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോറി, സൂപ്പർവൈസേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലേബർ റിക്കവറി റൂമിലെ എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ടോ? നേഴ്സസിന്റെ എല്ലാ എന്താണ് കാര്യങ്ങളെയും മോണിറ്റർ ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് ഈ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. ഓക്കെ, അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓഫീസ് ഉണ്ട്. ദെൻ വെയിറ്റിംഗ് റൂം. എന്താണ് വെയിറ്റിംഗ് റൂം? വെയിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട്. പിന്നെന്താണ് സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, LDR കോംപ്ലക്സിനുള്ളിൽ എന്തൊക്കെയുണ്ട്? സ്ക്രബിംഗ് ഏരിയ, അതേപോലെ തന്നെ വാഷിംഗ് ഏരിയാസും ഉൾപ്പെടുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? ഡ്യൂട്ടി റൂംസ് വരുന്നുണ്ട്. ഓക്കെ, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത്സ് ചേഞ്ചിങ് ഏരിയാസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും എന്താണ് ഒരു LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്. എന്തിനാണത്? സോറി, അതിന് മുൻപ് ഒരു പോയിന്റ് ഉണ്ട്. റൂംസ് ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്. ഓക്കെ, എന്താണ് മെഡിസിൻസും അവിടെ ലേബർ ഡെലിവറി റൂമിലേക്ക് ആവശ്യമായിട്ട് വരുന്ന മെഡിസിൻസ്, അതേപോലെ ഡിവൈസുകൾ, എക്യുപ്മെന്റ്സുകൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഏരിയാസും എവിടെ വേണം? ഒരു ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്? ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം. വേണ്ടേ? അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ആണെങ്കിലും ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ക്ലിനിക്കൽ ഏരിയാസ്? ഏതാ ക്ലിനിക്കൽ ഏരിയാസ്? ഒരു രോഗിക്ക്, ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കെയർ നൽകുന്നതിനുള്ള, പരിചരണം നൽകുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റീസും എന്താണ് ഈ LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ പ്രീ ഡെലിവറി റൂം. ഓക്കെ, ഡെലിവറിക്ക് മുൻപ് പേഷ്യന്റിനെ ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കണം. വേണ്ടേ? അതേപോലെ ട്രയേജ് ഏരിയ. ഓക്കെ, ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ദെൻ ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. ഓക്കെ, ഒരു ലേബർ റൂം എങ്ങനെയായിരിക്കണം? അതിന് ടൈൽഡ് ആയിട്ടുള്ള ആന്റി സ്കിഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം. ഓക്കെ, സ്കിപ്പ് ചെയ്യാത്ത രീതിയിലുള്ള, സ്ലിപ്പിംഗ് ഉണ്ടാകാത്ത രീതിയിലുള്ള, ഓക്കെ, വീഴാത്ത രീതിയിലുള്ള, ഗ്രിപ്പുള്ള ടൈൽഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം ലേബർ റൂമിലേത്. ക്ലിയർ ആണോ? ക്ലിയർ. എങ്ങനെയായിരിക്കണം? ടൈൽഡ് ആയിരിക്കണം, ആന്റി സ്കിഡ് ആയിരിക്കണം. ഓക്കെ, ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, സെൻട്രലി എയർ കണ്ടീഷൻഡ്. എന്താണ് സെൻട്രലി എയർ കണ്ടീഷൻഡ്? സെപ്പറേറ്റ് AC-യിൽ നിന്ന് ടെമ്പറേച്ചർ നൽകുന്നതിന് പകരം എന്താണ് ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന്, ഒരൊറ്റ AC-യിൽ നിന്ന് എന്താണ് എല്ലാ റൂമുകളിലേക്കും ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ നൽകുന്നതിനുള്ള സംവിധാനത്തെയാണ് സെൻട്രലി എയർ കണ്ടീഷൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ ലേബർ റൂം ഡെലിവറി റൂമിലേക്കും എന്താണ് സെപ്പറേറ്റ് ACs ഫിറ്റ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും എന്താണ് ആവശ്യമായ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് സെൻട്രലി എയർ കണ്ടീഷൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. എന്തൊക്കെ ഫെസിലിറ്റീസാ വേണ്ടത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? ഒരു LDR കോംപ്ലക്സിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? നഴ്സിംഗ് സ്റ്റേഷൻ, ഓക്കെ, നഴ്സിംഗ് സ്റ്റേഷൻ വേണം. ദെൻ സൂപ്പർവൈസർ ഓഫീസ്, ഓക്കെ, ദെൻ വെയിറ്റിംഗ് റൂം,
Scrub waiting room. areas and washing areas. Okay. Duty rooms, toilet facilities, clothes changing area. Sterilizing facilities. Okay, പറയാം. പിന്നെന്താണ്? Clinical areas. Clinical areas വേണം. Then tiled and antique flooring. ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? ഒരു ലേബർ റൂമിനകത്തെ ആ കോംപ്ലക്സിലെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, എന്തോ റൂംസ് ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്. എക്യുപ്മെന്റ്സുകൾ എന്താണ് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള റൂംസുകൾ, അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എന്താണ് സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ എന്താണ്? അഞ്ജലി, സ്ക്രബ് സ്റ്റേഷൻ എന്തായിരുന്നു? അതായത് നമ്മൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ലേബർ റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യണം. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും എന്താണ് ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, വേണ്ടേ? ഇപ്പോൾ സാധാരണ പോലെ നമുക്ക് നേരെ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഒരു ഗ്ലൗസ് വെയർ ചെയ്യാനായിട്ട് പാടില്ല. അതിനു മുൻപ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചു എന്തൊക്കെയായിരുന്നു? ഒരു വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം, ഹാൻഡ് നല്ലപോലെ വാഷ് ചെയ്യണം, നെയിൽസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. അതേപോലെ നെയിൽ പോളിഷ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൈ കഴുകിയിരിക്കണം. ഓക്കെ, അതിനുശേഷം നല്ലപോലെ ഡ്രൈ ചെയ്യണം ഹാൻഡ്. ഡ്രൈ ചെയ്ത് അതിനുശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അഞ്ജലി? അപ്പൊ അതിനുള്ള സ്റ്റേഷൻ, അതിനുള്ള ഏരിയാസും എവിടെയാണ്? ഒരു ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അഞ്ജലി ക്ലിയർ ആണോ? ഇപ്പോ അഞ്ജന, ഓക്കെ അഞ്ജന, സോറി. അപ്പോ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. എന്താ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ എന്താ? പ്രോട്ടോകോൾസ് എന്താണ്? പാലിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പാലിക്കേണ്ട കാര്യങ്ങൾ. സേഫ്റ്റിക്ക് വേണ്ടി പാലിക്കേണ്ട എന്താണ് ഇൻസ്ട്രക്ഷൻസിനെയാണ്, മാർഗനിർദ്ദേശങ്ങളെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്? സോറി, the protocols for the labor ward offer explicit instructions for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. ഓക്കെ, അപ്പൊ എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? വാർഡിന്റെ മെറ്റേണിറ്റി വാർഡിന്റെ പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിട്ട് നടത്തുക. അതേപോലെ തന്നെ പ്രഗ്നൻസി വുമണിന് ആവശ്യമായിട്ടുള്ള ഹൈ കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇതിനെല്ലാം വേണ്ടി ഹോസ്പിറ്റൽസ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ്, നിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും ആ പേഷ്യന്റിന് എന്താണ് ആവശ്യത്തിനുള്ള കെയർ നൽകുന്നതിനും അതേപോലെ തന്നെ വാർഡ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡഡ് ടു ദി ഫസ്റ്റ് വൺ. എന്താ, എവിടേക്ക് ഈ പ്രോട്ടോകോൾസ് നിലവിലുണ്ട്? Administration policies encompass the duties and obligations of administrative and professional responsibilities. Okay, criteria for admission, traffic control, ward regulations, disaster management. Okay, administration policy യിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാ? എന്താണ്? പ്രൊഫഷണൽസിന്റെ അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആ ഒരു കാര്യത്തിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഓക്കെ, അതിനെക്കുറിച്ച് വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ. ഓക്കെ, ഒരു ലേബർ പെയിനുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ എടുക്കണം. അതിന് പാലിക്കേണ്ട ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം?
അപ്പോൾ ഈ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്താണ് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പാലിച്ചായിരിക്കണം ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയായിരിക്കാം അവിടെ വരുന്ന പ്രോട്ടോകോൾസ്? എന്തൊക്കെയായിരിക്കാം? ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതിനുശേഷമായിരിക്കണം ഒരു ലേബർ റൂമിലേക്ക് കടത്തിവിടേണ്ടത് അല്ലേ? അല്ലെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത്? പ്രീ ഡെലിവറി റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലായിരിക്കണം, അത്തരത്തിലുള്ള വ്യക്തമായ പ്രോട്ടോകോൾസ് പാലിച്ചതിന് ശേഷമായിരിക്കണം ഒരു പേഷ്യന്റിന് എന്ത് ചെയ്യേണ്ടത്? അഡ്മിഷൻ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ദെൻ ട്രാഫിക് കൺട്രോൾ എന്തായിരിക്കാം? ട്രാഫിക് കൺട്രോൾ എന്തായിരിക്കാം? ഒരു ലേബർ റൂമിലേക്ക് എല്ലാ ആളുകൾക്കും പ്രവേശനമുണ്ട്, എല്ലാ വിസിറ്റേഴ്സിനെയും അലൗ ചെയ്യാൻ പാടുണ്ടോ? വിസിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവരെയും എന്താണ് കയറ്റിവിടാനായിട്ട് ആരെയും കടത്തിവിടാൻ പാടില്ല അല്ലെ? വിസിറ്റേഴ്സിനെ ഒന്നും അലൗ ചെയ്യുന്നതല്ല. അപ്പൊ അത്തരത്തിലുള്ള വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിൽ വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ട് അല്ലെ? പേഷ്യന്റിന്റെ സേഫ്റ്റിയും അതേപോലെ അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ജംപ് ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ട്രാഫിക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഡ് റെഗുലേഷൻസ്, വാർഡിൽ ഫോളോ ചെയ്യേണ്ട ചില ചട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വാർഡിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിസിറ്റേഴ്സിനെയും അനുവദിക്കുന്നതല്ല. ഓക്കെ, ആ വാർഡിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണം അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഓക്കെ, എന്നതിനെ കുറിച്ച് വ്യക്തമായ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഏതാണ് ഫസ്റ്റ് പോയിന്റ്? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാ? മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ലേബർ റൂമുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ എടുക്കേണ്ടത് ഏത് രീതിയിലാണ്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ്, ഓക്കെ, അതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള പോളിസികളുണ്ട്. പിന്നെന്താണ്? ട്രാഫിക് കൺട്രോൾ, എല്ലാ വിസിറ്റേഴ്സിനെയും അലൗ ചെയ്യാനായിട്ട് പറ്റില്ല, അവരെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ വാർഡ് റെഗുലേഷൻസ്, വാർഡിൽ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചും വ്യക്തമായ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ സ്പില്ലേജ് പഠിച്ചായിരുന്നു അല്ലേ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. സോ ഒരു ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ? എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ പഠിച്ചത് ഓൾറെഡി. എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? കെമിക്കൽ സ്പില്ലേജ് പഠിച്ചു, അതേപോലെ മെർക്കുറി സ്പില്ലേജ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ്? ധരിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. അതൊരു പ്രോട്ടോകോൾസ് ആണ്, അത് പാലിച്ചിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? പിന്നെ കണ്ടെയ്ൻഡ് സ്പില്ലിനെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം, അതിനുവേണ്ടി അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെന്തായിരുന്നു? ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ ഓക്കെ, കെമിക്കലിന്റെ വരുമ്പോഴാണ് നമ്മൾ എവിക്ഷൻ ആ ഒരു ഏരിയയിലോട്ട് പോകുന്നത്. ഓക്കെ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്ത അബ്സോർബൻ മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കണം. ഓക്കെ, ലേബിൾഡ് കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം. അതേപോലെ തന്നെ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യണം. ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്? അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും, ഡ്രസ്സിങ്സ് ആണെങ്കിലും അതേപോലെ കോട്ടൺസ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യണം? ലേബിൾഡ് ഡിസ്പോസ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മറ്റേതൊരു ഡിസാസ്റ്റർ ആണെങ്കിലും, ഒരു കോവിഡ് പേഷ്യന്റ് വന്നു, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? PPE വെയർ ചെയ്യണം, വേണ്ടേ? ആ പേഷ്യന്റിനെ ഐസൊലേറ്റഡ് ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. And the second point എന്താ പറയുന്നത്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ദാറ്റ് കവർ ഇംപേഷ്യന്റ് കെയർ,
മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എറ്റ്സെട്ര. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താ? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ആണ്. ഒരു രോഗിയെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് എന്തെല്ലാമാണ്? എന്താ ഇൻപേഷ്യന്റ്? ആരാണ് ഇൻപേഷ്യന്റ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യന്റിനെ പിന്നീട് വിളിക്കുന്നത് ഇൻപേഷ്യന്റ് എന്നാണ്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് ആരാപ്പോ? ഡയഗ്നോസിസിന് വേണ്ടി വന്നിട്ട് പോകുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രം, കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന ഗ്രൂപ്പ് ഓഫ് എന്താണ് പീപ്പിൾസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഇൻ പേഷ്യന്റ് ആണെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോ ഇൻ പേഷ്യന്റ് കെയർ എന്തെല്ലാമായിരിക്കാം പ്രോട്ടോകോൾസ് ഉണ്ടാകുക? അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഓക്കെ, ഏത് വാർഡാണ് അവർക്ക് അലോട്ട് ചെയ്യേണ്ടത്? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായ പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പാലിച്ചിരിക്കണം. ദെൻ മാനേജ്മെന്റ് ഓഫ് ലേബർ. ഓക്കെ, ലേബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. എപ്പോഴാണ് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്? ഓക്കെ, എന്താണ് ആ ഹൈ പെയിൻ വരുമ്പോഴാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്. അതുവരെ പ്രീ ഡെലിവറി റൂമിലായിരിക്കണം പേഷ്യന്റ് സ്റ്റേ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള വ്യക്തമായ പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. ദെൻ പോസ്റ്റ്മോർട്ടം കെയർ എന്തായിരിക്കാം? പ്രസവത്തിന് ശേഷമുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് പ്രോപ്പർ ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ്? സ്റ്റിച്ചിങ് പ്രോപ്പർ ആയിട്ട് കെയർ നൽകിയിരിക്കണം. പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. ദെൻ ന്യൂ ബോൺ കെയർ. എങ്ങനെയാണ് ഒരു ന്യൂ ബോണിനെ കെയർ ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? വെയിറ്റ് നോക്കണം. പ്രോപ്പർ ആയിട്ട് അവന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിരിക്കണം, വേണ്ടേ? ഹൈറ്റ്, വെയിറ്റ് ഇതെല്ലാം നോക്കിയിരിക്കണം. ദെൻ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഫീഡ് ചെയ്യിച്ചിരിക്കണം, വേണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂബോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും വ്യക്തമായ പ്രോട്ടോകോൾസ് ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ ഉണ്ടായിരിക്കും. അതെല്ലാം ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു? റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ ആ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട ഓക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 2 പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ദെൻ ലേബർ ഡെലിവറി റൂമിൽ, റിക്കവറി റൂമിൽ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ. ഫസ്റ്റ് വൺ എന്താണ്? ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഓക്കെ, ലേബർ ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സ് എന്താണ് സേഫ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റബിൾ ടേബിൾ ആയിരിക്കും ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേബർ ടേബിൾ ഒരു റിക്കവറി റൂമിൽ ഉണ്ടായിരിക്കണം. ദെൻ റേഡിയൻ വോമർ. എന്താണ് റേഡിയൻ വോമർ? ഓക്കെ, ഫസ്റ്റ് റേഡിയൻ വോമർ. ഓക്കെ, നെക്സ്റ്റ് ടൂൾ ഏതാണ്? സ്റ്റെറിലൈസേഴ്സ്. ദെൻ ഫീറ്റൽ ഡോപ്ലർ ആൻഡ് ദ ഫോർത്ത് വൺ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡിവൈസുകളും ഒരു ലേബർ ഡെലിവറി എന്താണ് റിക്കവറി റൂമിൽ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് റേഡിയൻ വോമർ? എന്തായിരിക്കാം? പേര് തന്നെ ഉണ്ടല്ലോ, റേഡിയൻ വോമർ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം? പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ്. എന്തോ? ന്യൂബോണിന് വേണ്ടിയിട്ടാണ്. ന്യൂബോൺ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയായിരിക്കാം? റേഡിയൻ വോമർ. കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ്. കുഞ്ഞിന് എന്താണ് ഹീറ്റ് നൽകുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയൻ വോമർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ന്യൂബോണിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് റേഡിയൻ വോമർ. എന്താ മിസ്സേ ഒന്നും കൂടി പറയൂ. ന്യൂബോണിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഡിവൈസ്, അല്ലെങ്കിൽ എന്താ കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഡിവൈസ്, അതാണ് റേഡിയൻ വോമർ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഴ്സ്. എന്താ സ്റ്റെറിലൈസേഴ്സ് ഏതൊക്കെയായിരിക്കാം? എന്താണ് സ്റ്റെറിലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ?
ഡെലിവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ. ജം ഫ്രീ ആക്കുന്നതിനുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും ലേബർ റൂം ആണെങ്കിലും അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയായിരിക്കണം? സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഒരു ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ ഉണ്ടായിരിക്കണം. ഓട്ടോക്ലേവിംഗ് പോലുള്ള മെത്തേഡ്സുകൾ ഡിവൈസുകളെല്ലാം ഉണ്ടായിരിക്കണം. ദെൻ ഫീറ്റൽ ഡോപ്ലർ എന്താ? ഫീറ്റൽ ഡോപ്ലർ എന്താ? ഫീറ്റൽ ഡോപ്ലർ ഇടവേളകള് ഓരോ ടൈം അഡ്ജസ്റ്റ് അനുസരിച്ച് കുഞ്ഞിന്റെ അനക്കം നോക്കുന്നതിനും ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള കുഞ്ഞിന്റെ ബേബിയുടെ എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു ഹാൻഡ് ഹെൽഡ് പോർട്ടബിൾ ആയിട്ട് നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ബേബിയുടെ എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ്. ക്ലിയർ ആണോ? ഫീറ്റൽ ഡോപ്ലർ ഗർഭാവസ്ഥയിലുള്ള ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസ്, പോർട്ടബിൾ ഡിവൈസ് ആണ്. നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉപകരണമാണ് ഫീറ്റൽ ഡോപ്ലർ. ദെൻ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തായിരിക്കാം? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്താണ്? പ്രസവ സമയത്ത് ഉണ്ടാകാവുന്ന അമ്മയുടെ കോൺട്രാക്ഷൻസിന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതെന്താ? ഫീറ്റൽ ഡോപ്ലറും അതേപോലെ തന്നെ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാം? ഒന്നുകൂടി പറയാം. ഫീറ്റൽ ഡോപ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്. അത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. അതേസമയം ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഉപയോഗം എന്തൊക്കെയാ? ചെക്ക് ചെയ്യുന്നു, ബേബിയുടെ ഹാർട്ട് ബീറ്റും കൂടി ഇതിനോടൊപ്പം ചെക്ക് ചെയ്യുന്നു. കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ റെക്കോർഡ് എന്താണ്? നമുക്കത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഫ്രീക്വൻസി ആ കാണിക്കുന്ന ഗ്രാഫ് നമുക്ക് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാവുന്നതുമാണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയുമേ? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫിൽ എന്താ ചെയ്യുന്നത്? കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അമ്മയുടെ കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ആ റെക്കോർഡ്സ് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. Then these tools and accessories need to be clean, set aside and dried after each use. All labor room equipments must be in good functioning order and be prepared for usage according to staff. ഓരോ ഡിവൈസും ഉപയോഗത്തിന് ശേഷം എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ദെൻ പിന്നെന്താ? വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് അത്തരത്തിലുള്ള വസ്തുക്കൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ദെൻ ഡ്രൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തിയിരിക്കണം. അതിനുശേഷമായിരിക്കണം വീണ്ടും അതേ ഡിവൈസ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? ഈ ഒരു പ്രോസസ്സിലൂടെ ആ ഡിവൈസ് കടന്നുപോയിരിക്കണം. അതിനുശേഷമായിരിക്കണം വീണ്ടും ഉപയോഗിക്കേണ്ടത്. ദെൻ അപ്പൊ ഏതൊക്കെയാ ഡിവൈസുകൾ? ഏതൊക്കെയാ ഒരു ലേബർ ഡെലിവറി റൂമിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഏതായിരുന്നു? റേഡിയന്റ് വാർമർ. ഓക്കെ, റേഡിയന്റ് വാർമർ എന്താണ്?
ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റെറിലൈസർ. അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും എങ്ങനെയായിരിക്കണം? അറ്റ്മോസ്ഫിയറും ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഫീറ്റൽ ഡോപ്പർ. എന്താണ്? അത് പോർട്ടബിൾ ഡിവൈസ് ആണ്, ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ്. ദെൻ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫർ, അമ്മയുടെ കൺട്രാക്ഷൻ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇമേജസ് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഒരു ഗ്രാഫ് എന്താണ്? ഗ്രാഫിൽ അത് ഡിസ്പ്ലേ ആകുന്നതാണ്, നമുക്കത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ടൂൾസ് വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡ്രൈ ആക്കിയിരിക്കണം. എക്യുപ്മെന്റ്സ് എല്ലാം അതിന്റെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മെഷേഴ്സ് എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കണം? സ്ക്രീൻ ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവൂ റിജു. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്? എന്തൊക്കെയായിരിക്കാം? എന്താ ഫസ്റ്റ് വൺ? എന്താ? സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള PPE. വെരി ഗുഡ്. PPE എന്താണ്? വെയർ ചെയ്തിരിക്കണം. ദെൻ പിന്നെന്താ? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഏതൊക്കെയായിരിക്കാം? PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗ്ലൗസ്, ഗൗൺസ് പോലുള്ളവ വെയർ ചെയ്യണം. ദെൻ അത് മാത്രം മതിയോ? ഹാൻഡ് സ്ക്രബ്. വെരി ഗുഡ്. സ്ക്രബിംഗ് മെത്തേഡ് അല്ലേ? ഹാൻഡ് സ്ക്രബിംഗ് ചെയ്തിരിക്കണം. വെരി ഗുഡ്. ദെൻ മാസ്ക്, ഗ്ലൗസ് പോലുള്ളവ ധരിച്ചിരിക്കണം. ഓക്കെ, ദെൻ അസെപ്റ്റിക് ഡെനോട്സ്. അസെപ്റ്റിക് ടെക്നിക്സുകൾ ഫോളോ ചെയ്തിരിക്കണം. വേണ്ടേ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള അസെപ്റ്റിക് ടെക്നിക്സുകൾ, അതാണ് PPE. ഹാൻഡ് പ്രോപ്പർ ആയിട്ട് എന്താണ്? വാഷ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ സ്ക്രബിംഗ് മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം. ദെൻ ഓക്കെ, ക്ലിയർ ആയില്ലടാ. ദെൻ അത് മാത്രം മതിയോ സേഫ്റ്റിക്ക് വേണ്ടി? ഉപകരണങ്ങൾ ഉപയോഗിക്കണം. എല്ലാ ഡിവൈസുകളും എല്ലാ എക്യുപ്മെന്റ്സുകളും എന്താണ്? ജെം ഫ്രീ ആക്കിയിരിക്കണം. ദെൻ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണ്ടേ? ജെം ഫ്രീ എൻവയോൺമെന്റ്. ഓക്കെ, പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതിനുള്ള 2 മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. ഏതായിരുന്നു? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് മെഡിക്കൽ നോക്കിയോ അല്ലെങ്കിൽ എന്താണ്? ബാൻഡേഡ്, കൈമലുള്ള ഒരു ബാൻഡ്. കറക്റ്റ് പേഷ്യന്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണല്ലോ? ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? ഇപ്പൊ നമ്മൾ ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ അവിടെ ഉപയോഗിക്കുന്ന ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന സിറിഞ്ച് അല്ലെങ്കിൽ എന്താണ്? കോട്ടൺ, ബ്ലഡുമായിട്ട് ബോഡി ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന കോട്ടൺ എല്ലാം എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് പേരെഴുതിയിട്ടുള്ള കവറില്, ബാഗിലോ കണ്ടെയ്നറിലോ നമ്മൾ ഡിസ്പോസ് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സേഫ്റ്റി സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോളൂ. പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. ഓക്കെ, സ്റ്റാഫുകൾക്ക് എന്ത് നൽകിയിരിക്കണം? ട്രെയിനിങ് നൽകിയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് എന്ന് പറയുന്നത് ഓൺഗോയിങ് ആണ്, ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ്? സമയാസമയങ്ങളിൽ ഓക്കെ മോഡേൺ ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ് സെഷനുകളും സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ക്ലിയർ ആണോ? ഇത്
കറന്റ് സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് ആണോ ഫോളോ ചെയ്യുന്നത് അതേക്കുറിച്ച് എന്താണ് വ്യക്തമായ നോളജ് അല്ലെങ്കിൽ ട്രെയിനിങ്സ് സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. Then third point എന്താ പറയുന്നത്? The clothing worn should be sanitary and clean. എന്താണ്? ക്ലോത്തിങ് വോൺ എങ്ങനെയുള്ളതായിരിക്കണം? സാനിറ്ററി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തിങ് വോൺസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ PPE ഹാസ് ടു ബി ആക്സസിബിൾ. എപ്പോഴാണോ PPE ആവശ്യമായി വരുന്നത് അപ്പോൾ എന്താണ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അത് വെച്ചിരിക്കുന്ന പൊസിഷൻ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണെന്ന് എല്ലാ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ദെൻ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ഓക്കെ, ജനറൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രാക്ടീസിനെ കുറിച്ച് എല്ലാ സ്റ്റാഫുകൾക്കും ട്രെയിനിങ് നൽകിയിരിക്കണം. എന്തൊക്കെയായിരിക്കാം അതിൽ വരുന്ന പ്രാക്ടീസസ്? എങ്ങനെയാണ് ഒരു പേഷ്യന്റിനോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ പെരുമാറണം, ഓക്കെ, നല്ല പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ പെരുമാറണം. പിന്നെന്തായിരിക്കാം? ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടതുണ്ട്. ചില കണ്ടീഷനിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ എപ്പോഴാണോ ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടത്, ഓക്കെ, ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ക്ലിയർ ആണോ? ജനറൽ പ്രാക്ടീസിനെ കുറിച്ച് എന്താണ് ട്രെയിനിങ് നൽകിയിരിക്കണം. ആൻഡ് സിക്സ്ത് വൺ നോക്കിക്കോളൂ. ഇൻഫെക്ഷൻ പേഷ്യന്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ്. ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം. ഓക്കെ, ഇപ്പൊ കോവിഡുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയായിരിക്കാം പ്രോട്ടോകോൾസ്? മേ ബി എന്തൊക്കെയായിരിക്കാം? ഐസൊലേറ്റഡ് റൂമിലായിരിക്കണം. ഐസൊലേറ്റഡ് ആക്കണം, വേണം. ഓക്കെ, ദെൻ പിന്നെ മാസ്ക് വെയർ ചെയ്യണം, PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? ആ ഏരിയാസ് എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. വേണ്ടേ? ക്ലീൻ ചെയ്യണ്ടേ? വേണം. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചിരിക്കണം. സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് വന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഹോസ്പിറ്റൽസിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. Then all fitting clothes, tools and waste need to be treated as contaminated and handled carefully. എല്ലാ വേസ്റ്റ് ഐറ്റംസ്, എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനെയും പ്രോപ്പർ ആയിട്ട് സേഫ് ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. Then instruments and other supplies are cleaned, sterilized and processed. അവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എങ്ങനെയായിരിക്കണം? സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ പ്രോസസ്ഡ്, എന്താണ് ഏത് പ്രോസസ്സിലൂടെ കടന്നു പോകണം? നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്? ഏതെല്ലാം പ്രോസസ്സിലൂടെയാണ്? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ദെൻ പിന്നെന്താ? ഡ്രൈ ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇത് ഈ പ്രോസസ്സിലൂടെ എല്ലാം ഒരു ഡിവൈസ് കടന്നു പോയിരിക്കണം. ക്ലിയർ ആണോ? 8th പോയിന്റ് ക്ലിയർ ആണോ? And the 9th point, patient should be provided with sterile robes. എന്താ sterile robes? പേഷ്യന്റ് നൽകുന്ന എല്ലാ ഡ്രസ്സും എങ്ങനെയുള്ളതായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള, ജെം ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം പേഷ്യന്റിന് നൽകേണ്ടത്. And the last point, an evaluation of an employee's health is crucial. പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഹെൽത്തും എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അവരുടെ ഹെൽത്ത് കണ്ടീഷനും പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അതിൽ നിന്നും ആ പേഷ്യന്റിന് എന്താണ് അസുഖം പടരാനായിട്ട്, സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനും പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സുരക്ഷയെ സംബന്ധിച്ച് എന്താണ് സേഫ്റ്റിയെ സംബന്ധിച്ച്, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെഷേഴ്സ്? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെഡിക്കൽ സ്റ്റാഫ്
സേഫ്റ്റി പ്രൊസീജിയർ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. PPE വെയർ ചെയ്യുക, അതേപോലെ ഹാൻഡ് സ്ക്രബ് ചെയ്യാം. ഇത്തരത്തിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ്സ് ഓൺഗോയിങ് ആയി കൊടുത്തിരിക്കണം. ഓക്കെ, നൽകിയിരിക്കണം. ദെൻ യൂസ് ചെയ്യാനുള്ള ക്ലോത്ത് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ PPE കിറ്റ് ധരിച്ചിരിക്കണം. PPE ഹാസ് ടു ബി ആക്സസിബിൾ ആയിരിക്കണം. ഓക്കെ. Patient should be provided sterile robes. ഓക്കെ. ദെൻ സ്റ്റെറൈൽ റോബ്സ് ആയിരിക്കണം നൽകിയിരിക്കേണ്ടത്. ദെൻ ഇൻഫെക്ഷൻ ആയ പേഷ്യന്റിനെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പാലിച്ച് കെയർ നൽകണം. പ്രോട്ടോകോൾസ് പാലിച്ചായിരിക്കണം അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. ഓക്കെ, ജനറൽ പ്രാക്ടീസിനെ കുറിച്ച് എന്താണ് അവർക്ക് ട്രെയിനിങ് നൽകിയിരിക്കണം. പേഷ്യൻസിന് നൽകുന്ന എല്ലാ ഡ്രസ്സും നല്ല ക്ലീൻ ആയിരിക്കണം, ജം ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം. ദെൻ All fittings, clothes, tools, and waste need to be treated or contaminated and handled carefully. അതിലെന്താ പറയുന്നത്? എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. ദെൻ ഉപയോഗിക്കണം. ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോസസ്സിലൂടെയും അത് കടന്നു പോയിരിക്കണം. ക്ലീൻ ആയിട്ടുള്ള ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകളായിരിക്കണം, എക്യുപ്മെന്റ്സുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അവരുടെ സ്റ്റാഫുകളുടെയും ഹെൽത്ത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലിയർ ആണോ? സേഫ്റ്റി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻ ഇൻ ലേബർ റൂം. ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഹാൻഡ് വാഷ്. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ദെൻ PPE കിറ്റ് ധരിച്ചിരിക്കണം. വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് PPE വെയർ ചെയ്തിരിക്കണം. പിന്നെന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ എല്ലാം കറക്റ്റ് ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് എല്ലാ ബയോമെഡിക്കൽ വേസ്റ്റുകളെയും ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. ഷാർപ്സ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഡിസ്പോസൽ ചെയ്യണം. എങ്ങനെയുള്ള കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. മറ്റ് മെറ്റീരിയൽസ് ആണെങ്കിലോ, ഇപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലേബിൾഡ് ആയിട്ടുള്ള ബാഗ്സുകളിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള പത്തോളജിക്കൽ വേസ്റ്റുകൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റെഡ് കളർ ബാഗിലായിരിക്കണം, അല്ലെ ലേബിൾഡ് ചെയ്ത റെഡ് കളർ ബാഗിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ യെല്ലോ കളർ ബാഗ്സിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ്ലിങ്ങിന് വിധേയമാക്കണം. എന്തൊക്കെ ചെയ്യണം? ഒരു ഷാർപ്സ്, ഒരു സിസേഴ്സ്, ഒരു നീഡിൽസ് എടുക്കുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അതേപോലെ യൂസ് ചെയ്ത നീഡിൽസ് വീണ്ടും റീക്യാപ്പ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഓഫ് ദ ഐറ്റംസ് യൂസ്ഡ്. നമ്മൾ ഉപയോഗിച്ച ഐറ്റംസ് എല്ലാം വീണ്ടും എന്ത് ചെയ്തിരിക്കണം? സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയിരിക്കണം. ഓക്കെ. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്സ്. ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ പ്രോസസിങ്ങിനും വിധേയമാക്കിയിരിക്കണം. പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെന്തായിരുന്നു? സ്റ്റെറിലൈസ് ചെയ്യണം, ഡ്രൈ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ സസ്റ്റെയിനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എന്താ അതിൽ പറയുന്നത്? ഒരു ലേബർ ഡെലിവറി റിക്കവറി റൂം എന്ന് പറയുന്നത് ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ആ ജെം ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ട അസെപ്റ്റിക് മെത്തേഡ്സുകൾ എല്ലാ സ്റ്റാഫുകളും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ?
ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഒരു ചെറിയ ടോപ്പിക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ന്യൂബോൺ കെയർ, ഒരു ന്യൂബോണിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ഓക്കെ മാം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫെസിലിറ്റീസ് ആൻഡ് സോറി, അതിനു മുൻപ് എന്താണ് LDR കോംപ്ലക്സിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? അൺസ്റ്റെറിലൈസ് സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. Okay, then protective zone, ചേഞ്ച് റൂം, pre-labor room, medicine store, duty room. medicine duty room. Okay, then delivery zone, ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. scrub station ഏതിലാ വരുന്നത്? എക്സാമിന് ചോദിച്ച ഏതിലാണ്? ഡെലിവറി ഓക്കെ, then facilities, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആ കോംപ്ലക്സിന് ഉണ്ടായിരിക്കേണ്ടത്? നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം, സൂപ്പർവൈസേഴ്സ് ഓഫീസ്, വെയിറ്റിംഗ് റൂം. വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്തിങ് ചേഞ്ച് ഏരിയാസ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, റൂംസ് ഡിസൈൻ ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്, ക്ലിനിക്കൽ ഏരിയാസ്, ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, സെൻട്രലി എയർ കണ്ടീഷണർ റൂംസ്. ഒരു LDR കോംപ്ലക്സിന്റെ ഫ്ലോറിംഗ് ഏത് രീതിയിലുള്ളതായിരിക്കണം? ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ്. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. then എയർ കണ്ടീഷനിങ് ആണെങ്കിലോ? സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്താ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല്? പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, പ്രഗ്നൻസി വുമന് ആവശ്യമായിട്ടുള്ള ഹൈ കെയർ നൽകുക, പിന്നെ വാർഡ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ നോക്കുക. ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ്, മാർഗനിർദ്ദേശങ്ങളെയാണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഏതൊക്കെ ഫീൽഡിൽ നമ്മൾ ഇത്തരം പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം? ഫസ്റ്റ് എന്താണ്? മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു അല്ലേ? പിന്നെന്തായിരുന്നു? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പോളിസീസ് ഉണ്ട്, അതെല്ലാം മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. അതേപോലെ ട്രാഫിക് കൺട്രോൾ, എന്താണ് ട്രാഫിക് കൺട്രോൾ? വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് ആണ്. എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി അലൗഡ് അല്ല അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. ദെൻ വാർഡുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഓക്കെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ പ്രോട്ടോകോൾസ് എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ദെൻ ക്ലിനിക്കൽ റെക്കമെൻഡേഷനിൽ ഏതൊക്കെയാ വരുന്നത്? ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂബോൺ കെയർ. ഇൻപേഷ്യന്റ് കെയർ, അഡ്മിഷൻ എടുത്ത പേഷ്യന്റിന് ഏത് രീതിയിലുള്ള കെയർ നൽകണം. ഓക്കെ, ലേബറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോസ്റ്റ്മോർട്ടം കെയറിൽ എങ്ങനെയെല്ലാമാണ് ആ പേഷ്യന്റിന് കെയർ നൽകേണ്ടത്. ന്യൂബോൺ കെയറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രോട്ടോകോൾസ് ഉണ്ട്, ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ദെൻ ടൂൾസുകൾ ഏതൊക്കെയാ? റേഡിയന്റ് വാമർ, സ്റ്റെറിലൈസർ, ഫീറ്റൽ ഡോപ്ലർ, ടോക്കോകാർഡിയോഗ്രാഫ്. എന്താണ് റേഡിയന്റ് വാമർ? ന്യൂബോണിന് ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയന്റ് വാമർ എന്ന് പറഞ്ഞാൽ. ദെൻ സ്റ്റെറിലൈസസ് നമുക്കറിയാം. ഫീറ്റൽ ഡോപ്ലർ എന്തായിരുന്നു? ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ്, ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ദെൻ ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്താണ്? ഗർഭസ്ഥ അമ്മയുടെ കൺട്രാക്ഷൻ ചെക്ക് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടും അതിന്റെ ഗ്രാഫ് സ്റ്റോർ ചെയ്ത് വെക്കാനുമായിട്ട് സഹായിക്കുന്ന ാണ് ഫീറ്റൽ ടോക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ മെഷേഴ്സ് ഏതൊക്കെയാണ്? സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം?
എല്ലാ മെഡിക്കൽ സ്റ്റാഫ് പ്രൊസീജിയർ ആയിട്ടുള്ള മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പാലിക്കണം. Okay, then Periodic in service and training session on infection control to be held. അതിലെന്താ പറയുന്നത്? മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. മോഡേൺ ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നൽകിയിരിക്കണം. ഓക്കെ, then and the third one, ക്ലീൻ ആയിട്ടുള്ള ഉപയോഗിക്കേണ്ടത്. ക്ലോത്തിങ് വോൺ ഷുഡ് ബി എങ്ങനെയായിരിക്കണം? സാനിറ്ററി ആൻഡ് ക്ലീൻഡ് ആയിരിക്കണം. സാനിറ്ററി ആൻഡ് ക്ലീൻ ആയിരിക്കണം. PPE കിറ്റ് യൂസ് ചെയ്തിരിക്കണം. ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ആക്സസിബിൾ ആയിരിക്കണം. then ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ കൂടാതെ തന്നെ എന്താണ് ജനറൽ പ്രാക്ടീസിനെ കുറിച്ചും സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകിയിരിക്കണം. ഓക്കെ, then Infection patients should be admitted in protocols അനുസരിച്ച് വേണം പേഷ്യൻസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് വന്നാൽ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ വേസ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്? സേഫ് ആയിട്ടായിരിക്കണം അല്ലേ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കെയർഫുള്ളി അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കണം. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലോ എന്ത് ചെയ്യണം? ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വേണം. പിന്നെ ഫങ്ഷൻസ് എല്ലാം ഓക്കെ, പ്രോപ്പർ ആണെന്ന് ഫംഗ്ഷൻ എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ദെൻ പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ റോബ്സ്. പേഷ്യൻസ് നൽകുന്ന എല്ലാ ഡ്രസ്സുകളും ക്ലീൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റെറൈൽ റോബ്സ് ആയിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? അവിടെയുള്ള എംപ്ലോയീസിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. പേഷ്യന്റിന്റെ സേഫ്റ്റിയെ പോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ ഹെൽത്തിനെയും പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെയാ ലേബർ റൂമിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്? ഹാൻഡ് വാഷിംഗ്, wearing protective clothing, proper disposals of biomedical waste. എല്ലാ വേസ്റ്റുകളെയും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട് ഹോസ്പിറ്റലിൽ. ഏതൊക്കെയായിരുന്നു? പല രീതിയിലുള്ള പല ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്. ഷാർപ്സ് ആകാം, അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആകാം, കെമിക്കൽസ് ആകാം അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കിയിരിക്കണം. ദെൻ ഷാർപ്സുകളാണെങ്കിലോ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്സ് ഒബ്ജക്ട്സ്. ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം, അതേപോലെ തന്നെ റീക്യാപ്പ് ചെയ്തിരിക്കണം നീഡിൽസ്. ഓക്കെ, ദെൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഓഫ് ദ ഐറ്റം യൂസ്ഡ്. എന്താ ചെയ്യേണ്ടത്? സ്റ്റെറിലൈസ് ചെയ്ത് ഇൻഫെക്ഷൻ ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്ന ഐറ്റംസ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. നമ്മൾ ഉപയോഗിച്ച ഒരു ചില പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ പ്രോസസ്സ്? ക്ലീൻ ചെയ്യണം, ഓക്കെ, പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആക്കിയിരിക്കണം. പിന്നെന്തായിരുന്നു? ഡ്രൈ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കണം വീണ്ടും ആ ഒരു ഡിവൈസ് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ദെൻ സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എന്താണ്? ആ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ലേബർ ഡെലിവറി റിക്കവറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ചെയ്തിരിക്കണം. അസെപ്റ്റിക് മെത്തേഡ്സുകൾ ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ന്യൂ ബോൺ കെയർ ഓൾസോ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മാം, താങ്ക് യു. Thank you. താങ്ക് യു മാം.